ടെക് ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. ഇന്ത്യയും സൗദി അറേബ്യയും സംയുക്ത റിഫൈനറി പെട്രോ കെമിക്കൽ പദ്ധതികൾ പര്യവേക്ഷണം ചെയ്യുമെന്ന് മോദി. 2 ദിവസത്തെ സൗദി സന്ദർശനത്തിലാണ് മോദിയുടെ പ്രഖ്യാപനം. ഇന്ത്യയും സൗദി അറേബ്യയും റിഫൈനറികളിലും പെട്രോ കെമിക്കലുകളിലും സംയുക്ത പദ്ധതികൾ പര്യവേഷണം ചെയ്യുമെന്ന് 2 ദിവസത്തെ സൗദി സന്ദർശനത്തിലാണ് പ്രഖ്യാപനം. ഇന്ത്യയും സൗദി അറേബ്യയും വൈദ്യുതി ഗ്രിഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്കായുള്ള സാധ്യതാ പഠനങ്ങൾക്കായി പ്രവർത്തിക്കുകയാണെന്ന് മോദി വ്യക്തമാക്കി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 ക്രൂഡ് ഓയിൽ വിതരണക്കാരിൽ ഒന്നാണ് സൗദി അറേബ്യ. ചൈനയിൽ നിന്നും ഡിമാൻഡ് കുറഞ്ഞതാണ് ഇന്ത്യയിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിയാൻ കാരണം. ചൈനീസ് സമ്പദ് വ്യവസ്ഥ തിരിച്ചടികൾ നേരിടുകയും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് തിരിയുന്നതുമാണ് ഡിമാൻഡ് കുറയാൻ കാരണം. സൗദി അറേബ്യ ഊർജ്ജതന്ത്രം പുനഃക്രമീകരിക്കും. ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ക്രൂഡ് ഓയിൽ ആവശ്യകതയ്ക്ക് സൗദിയുടെ നീക്കം സഹായകമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിലയൻസിന്റെ മാർച്ചിലെ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ 17.3% വർധന. മാർച്ചിൽ പ്രതിദിനം ഏകദേശം 5,32,700 ബാരൽ റഷ്യൻ എണ്ണ കമ്പനി ഇറക്കുമതി ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. എണ്ണ ഇറക്കുമതിയിൽ ഫെബ്രുവരിയിലേതിൽ നിന്ന് 17.3% വളർച്ചയാണ് മാർച്ചിൽ കമ്പനി രേഖപ്പെടുത്തിയത്. മാർച്ചിൽ റിലയൻസിന്റെ മൊത്തം ക്രൂഡ് ഇറക്കുമതിയുടെ 48.5% റഷ്യൻ എണ്ണയുടേതാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എക്കാലത്തെയും വലിയ ഊർജ്ജ ഇടപാടിൽ റിലയൻസിന് ഏകദേശം 5 ലക്ഷം BPD ക്രൂഡ് വിതരണം ചെയ്യാനുള്ള കരാറിലാണ് റഷ്യൻ ഗവൺമെന്റിന്റെ എണ്ണ കമ്പനിയായ റോസ്നെഫ്. മാർച്ചിൽ ഇന്ത്യ പ്രതിദിനം 5.3 ദശലക്ഷം ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്തു. മുൻ മാസത്തേക്കാൾ 1.3% വളർച്ചയും മുൻവർഷത്തെ അപേക്ഷിച്ച് 3.8% വളർച്ചയുമാണിതെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് പറയുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ശരാശരി 4.88 ദശലക്ഷം BPD എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു. ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ 5% വർധനവാണിതെന്ന് ഡാറ്റ കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഈ മാലിന്യ സംസ്കരണ ഫീസ് കൂട്ടുന്നതിനെതിരെ LGയും സാംസങ്ങും. വിദേശ കമ്പനികൾ കൂടി നിയമയുദ്ധം തുടങ്ങിയതോടെ സർക്കാർ നയം ആഗോള ചർച്ചയാകും. ഇലക്ട്രോണിക് മാലിന്യ പുനരുപയോഗ കമ്പനികൾക്ക് നൽകുന്ന തുക വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രമുഖ ഇലക്ട്രോണിക്സ് കമ്പനികളായ LGയും സാംസങ്ങും. സർക്കാരിന്റെ പുതിയ നയം സാമ്പത്തിക ബാധ്യത കൂട്ടുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കമ്പനികൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. പുനരുപയോഗ നയത്തിനെതിരെ ഇന്ത്യൻ കമ്പനികൾക്ക് പുറമെ വിദേശ കമ്പനികൾ കൂടി നിയമയുദ്ധം തുടങ്ങിയതോടെ സർക്കാർ നയം ആഗോള ശ്രദ്ധയിലേക്ക് വരികയാണ്. ഇന്ത്യൻ കമ്പനികളായ ഹാവൽസ്, വോൾട്ടാസ്, എയർ കണ്ടീഷൻ നിർമ്മാതാക്കളായ ബ്ലൂ സ്റ്റാർ എന്നിവർ നേരത്തെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് മാലിന്യം വലിയ ഭീഷണിയായ ഇന്ത്യയിൽ സംസ്കരണ പുനരുപയോഗ മേഖലയിൽ കൂടുതൽ കമ്പനികളെ കൊണ്ടുവരുന്നതിനാണ് സർക്കാർ ഇലക്ട്രോണിക്സ് കമ്പനികളിൽ നിന്നുള്ള ഫീസ് വർദ്ധിപ്പിക്കുന്നത്. 1 കിലോ ഈ മാലിന്യത്തിന് കമ്പനികൾ 22 രൂപ വീതം പുനരുപയോഗ കമ്പനികൾക്ക് നൽകണമെന്നാണ് പുതിയ നയത്തിലുള്ളത്. നിലവിലുള്ള ചെലവുകൾ 3 ഇരട്ടി വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാകുന്നുവെന്നാണ് ഇലക്ട്രോണിക്സ് കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാർ നിശ്ചയിച്ച നിരക്കുകൾ വളരെ കൂടുതലാണെന്നും ഇത് കുറയ്ക്കണമെന്നും LG ഇലക്ട്രോണിക്സ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. നിലവിൽ നൽകുന്ന നിരക്കിനേക്കാൾ 15 മടങ്ങ് കൂടിയ നിരക്കാണിതെന്ന് സാംസങ് ഇലക്ട്രോണിക്സ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നൽകിയ കത്തിൽ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്റർസിറ്റി സ്മാർട്ട് ബസിന്റെ വരുമാനം 70% വർദ്ധിച്ച് 500 കോടിയിലെത്തി. 2027 സാമ്പത്തിക വർഷത്തോടെ ലക്ഷ്യമിടുന്നത് 1000 കോടി വരുമാനം. മുൻ സാമ്പത്തിക വർഷം ഇന്റർസിറ്റി സ്മാർട്ട് ബസിന്റെ വരുമാനം 320 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 70% വർധനയാണ് രേഖപ്പെടുത്തിയത്. കമ്പനിയുടെ എബിറ്റ്ഡയും കുത്തനെ ഉയർന്നു 12 കോടിയിലെത്തി. കഴിഞ്ഞ വർഷം 1.5 കോടിയായിരുന്നു. 2027 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും ഇന്റർസിറ്റിയുടെ വരുമാനം 1000 കോടിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിപുലീകരണ തന്ത്രത്തിന്റെ ഭാഗമായി അടുത്ത 2 വർഷത്തിനുള്ളിൽ 500 പുതിയ ബസ്സുകൾ കൂട്ടിച്ചേർക്കാൻ കമ്പനി പദ്ധതിയിടുന്നു. ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിലും ബസ്സുകളുടെ സർവീസ് വർദ്ധിപ്പിച്ചുകൊണ്ട് അതിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിലും കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2019 സ്ഥാപിതമായ കമ്പനി നിലവിൽ 16 സംസ്ഥാനങ്ങളിലായി 630-ലധികം റൂട്ടുകളിൽ സർവീസ് നടത്തുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 5G സ്പെക്ട്രം വിപുലീകരിക്കാൻ എയർടെൽ. അദാനിയിൽ നിന്ന് 5G സ്പെക്ട്രം സ്വന്തമാക്കും. ഇന്ത്യൻ ടെലികോം ഓപ്പറേറ്റർ ഭാരതി എയർടെൽ അദാനി എന്റർപ്രൈസസിന്റെ 1 യൂണിറ്റിൽ നിന്ന് 5G ടെലികോം സ്പെക്ട്രം വാങ്ങുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി സുനിൽ മിത്തലിന്റെ ഭാരതി എയർടെലും അതിന്റെ അനുബന്ധ സ്ഥാപനമായ ഭാരതി ഹെക്സാകോം ലിമിറ്റഡും അദാനി എന്റർപ്രൈസസിന്റെ 1 യൂണിറ്റായ അദാനി ഡാറ്റ നെറ്റ്വർക്ക്സ് ലിമിറ്റഡുമായി അന്തിമ കരാറിൽ ഏർപ്പെട്ടതായി കമ്പനി അധികൃതർ അറിയിച്ചു. ഇതിൽ ഗുജറാത്തിലും മുംബൈയിലും 100 മെഗാഹെർട്സ് വീതമുള്ള 5G സ്പെക്ട്രവും ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ 50 മെഗാഹെർട്സ് വീതമുള്ള
5G സ്പെക്ട്രവും ഉൾപ്പെടുന്നു. അതേസമയം കരാറിന്റെ സാമ്പത്തിക വിവരങ്ങൾ കമ്പനികൾ വെളിപ്പെടുത്തിയിട്ടില്ല. എയർടെൽ 5G നെറ്റ്വർക്കും ഉപയോക്തൃ അടിത്തറയും വികസിപ്പിക്കുന്നതിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഡിസംബർ അവസാനത്തോടെ 414 ദശലക്ഷമായിരുന്ന 5G ഉപയോക്തൃ അടിത്തറ ഏകദേശം 120 ദശലക്ഷമായിരുന്നു. ഈ അധിക സ്പെക്ട്രം എയർടെലിന് വേഗതയിലുള്ള ഡാറ്റ വാഗ്ദാനം ചെയ്യാനും നെറ്റ്വർക്ക് ശേഷി വർദ്ധിപ്പിക്കാനും ആത്യന്തികമായി മെച്ചപ്പെട്ട ഉപയോക്തൃ അനുഭവം നൽകാനും സഹായിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.